ഹലോ ഫ്രണ്ട്സ്, എന്തെല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പം നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മളെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മക്കൾക്ക് ക്ലാസ്സുള്ളൊരു ദിവസത്തെ ഡേ എങ്ങനെയാണെന്ന് കേട്ടോ. ഇപ്പോൾ രാവിലെ മക്കൾ എണീറ്റ് 7 മണിയൊക്കെ ആകുമ്പോൾ താഴത്ത് വണ്ടി വരും. അങ്ങനെ അവർ വണ്ടിയിൽ കയറി പോവുക ചെയ്യൽ. അപ്പോൾ രാവിലെ പോകുമ്പോൾ ഇതേപോലെ നഗറ്റ്സാണ് ഞാൻ കൊടുത്തത്. നഗറ്റ്സ് ബ്രെഡിൽ വെച്ചിട്ട്, അല്ലാതെ രാവിലെ പോകുമ്പോൾ തന്നെ അപ്പവും ദോശയും പുട്ട് അങ്ങനത്തെ ഒന്നും അവർ കഴിക്കൂല കേട്ടോ. അപ്പോൾ ഞാൻ ഏറും ഇങ്ങനെയൊക്കെയാണ് ചെയ്യൽ. സാൻഡ്വിച്ച് ആക്കിയിട്ട്, അല്ലെങ്കിൽ വല്ല ഷവർമ ആക്കിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് കൊടുക്കൽ കേട്ടോ. അതാകുമ്പോൾ അവർക്ക് ഇഷ്ടമാണ്, അവർ കഴിക്കുകയും ചെയ്തോളും. അവർക്ക് 2 വെച്ചിട്ട് ഇതേപോലെ നഗറ്റ്സ് പൊരിച്ച് ബ്രെഡിൽ സോസും കാര്യങ്ങളൊക്കെ, കെച്ചപ്പും സോസും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് അങ്ങനെ മയോനൈസൊക്കെ ആക്കി കൊടുക്കലാണ് ചെയ്യൽ. അത് അവർ കഴിച്ചിട്ട് പോകും. ഇനി 1-2 കൊണ്ടുപോവുകയും ചെയ്യും കേട്ടോ. സ്നാക്ക് ടൈമിൽ, ക്ലാസ്സിൻ്റെ ടൈമിൽ, സ്നാക്ക് ടൈമിൽ കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോരാണ്. അപ്പോൾ അവർ റെഡിയായൊക്കെ വന്നിട്ടുണ്ട്. അവർക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ അവർ പോകാൻ നിൽക്കുക കേട്ടോ. താഴത്ത് വണ്ടി വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ അങ്ങനെ പോവാണ് താഴത്തേക്ക്. അവർ പോണ സമയത്ത് ഫിദമോൾ എണീറ്റിട്ടുണ്ടെങ്കിൽ ഒരു ബഹളയിക്കാറ് കേട്ടോ. അവർ പോണ സമയത്ത് ഇവിടുത്തെ സ്കൂളുകളൊക്കെ രാവിലെ നേരത്തെ തുടങ്ങി ഉച്ചയാകുമ്പോൾ തീരും കേട്ടോ. അങ്ങനെയാണ്. അങ്ങനെ മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആദ്യം ചെയ്യൽ ഫിദമോൾ ഉറക്കലാണ് കേട്ടോ. അവൾ എണീറ്റിക്കണമെന്നുണ്ടെങ്കിൽ അവൾ ഉറക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പണികളും കാര്യങ്ങളൊന്നും നടക്കൂല. മക്കളെ കൊണ്ടുവിടാൻ പോവും, തിരിച്ചെടുക്കാനും ഞാനാണ് പോകൽ കേട്ടോ. അപ്പോൾ ഒന്ന് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. പിന്നെ ഞാൻ ചിയാസീഡിട്ട വെള്ളം കുടിക്കലുണ്ട്. അതാണ് നേരത്തെ കണ്ടത്. അതിൻ്റെ വെയിറ്റ് ലോസിന് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ റിസൾട്ടും കാര്യങ്ങളൊന്നും ഇതുവരെ ആയിട്ടില്ല. ഞാൻ ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ. റിസൾട്ട് കിട്ടിയാൽ ഞാൻ നിങ്ങളോട് വീഡിയോയിൽ പറയാം കേട്ടോ. പിന്നെ നമ്മൾ ചോറൊക്കെ വെച്ച് ചീര ഉപ്പേരി വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ പൊരിച്ചിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ചീര തോരൻ വെച്ചിട്ടുണ്ട്. മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടാണ് നമ്മൾ മക്കളെ കൊണ്ടുവരാൻ പോണത്. അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഭയങ്കര ചൂടാണ്. ഇപ്പോൾ റിയാദിന് നല്ല ചൂടിൻ്റെ ടൈമാണ് കേട്ടോ. അത് ഈ 12 മണി എന്നൊക്കെ പറയുമ്പോൾ നല്ല ചൂടിൻ്റെ വെയിലിൻ്റെ സമയം കൂടെ അല്ലേ. അതുകൊണ്ട് അപ്പോൾ പിന്നെ വേറെ ഓട്ടം കിട്ടി വേറെ എങ്ങോട്ടേലൊക്കെ പോയിട്ടുണ്ടാകും. അതുകൊണ്ട് പിന്നെ മക്കളെടുക്കാനായിട്ട് വരൽ റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ പോണത് കേട്ടോ. ഒരു 2-3 പ്രാവശ്യം പോയപ്പോൾ തന്നെ മതിയായി. കാരണം ചൂട് അത്രയാണ് കേട്ടോ. അതിൻ്റെ പീക്ക് ടൈമും അല്ലേ ഇപ്പോൾ ഈ 12 മണി എന്നൊക്കെ പറയണത്. അപ്പോൾ മോളെ സ്ട്രോളറിൽ എടുത്തിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും ഭയങ്കര റോഡിൽ നിന്നുള്ള ചൂടൊക്കെ അടിച്ചിട്ട് ഭയങ്കര റൂമിലെത്തുമ്പോൾ മക്കളാകെ ടയേർഡാവുകയാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഫിനിമോക്കൊക്കെ പനിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചെവി വേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ കൊണ്ടുവരാൻ പോലും നിർത്തി കേട്ടോ. പിന്നെ മക്കളെ പിന്നെ ആ വണ്ടിയിൽ തന്നെ രാവിലെ ബാഗ് കൊണ്ടുപോകും, തിരിച്ച് വേറൊരു വണ്ടിയിൽ കൊണ്ടുവരാണ് ചെയ്യൽ. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യൽ കേട്ടോ. അല്ല അപ്പം ഞാൻ പോവലില്ല. അങ്ങനെ മക്കളൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഒന്ന് കടന്നുറങ്ങിയിട്ടോ. ആകെ ക്ഷീണമായതുകൊണ്ട് ഒക്കെ കടന്നുറങ്ങി. അത് കഴിഞ്ഞ് വൈകുന്നേരം എണീറ്റ് പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ടോ. പോയപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.